എന്താണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അസാധ്യമെന്ന് പറയണോ സാധ്യമെന്ന് പറയണോ, അത് എന്താണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഒരു സാധാരണക്കാരൻ മുന്നോട്ട് വന്ന് ഇന്ത്യയിലെ 15 മില്യൺ ഉള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലായി മാറിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, നിങ്ങൾക്കും ഇപ്പോൾ എനിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ KL ബ്രോ ബിജു ഋത്വിക് എന്ന ചാനൽ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ 15 മില്യൺ ഉള്ള ഒന്നാം ചാനലായി മാറിയിരിക്കുകയാണ്. അപ്പം അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ അവർ വീഡിയോ ആയിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ 2 ദിവസം ഡൽഹിയിൽ പോയിനും നമ്മളെ യൂട്യൂബ് കുടുംബം 50 മില്യൺ വലിയ ഫാമിലി ആയിരിക്കും. KL ബ്രോ ബിജു ഋത്വിക് എന്ന ചാനൽ ഇന്ന് ഈ നിലയിലെത്തിയത് അദ്ദേഹത്തിന്റെ 100% ഡെഡിക്കേഷൻ തന്നെയാണ്. ആദ്യമൊക്കെ ഈ ചാനലിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മെയിൻ ആയിട്ട് ട്രാവൽ ബ്ലോഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ബുള്ളറ്റ് ജെറ്റുമൊക്കെയായി കൊളാബറേഷൻ ചെയ്തൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു. അതിന് അധികം വലിയ വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം ബസ് ഡ്രൈവർ ആയിരുന്നു. ആ ഒരു ഡ്രൈവിംഗ് ജോലിയും ഈ യൂട്യൂബും കൂടി ഒന്നിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തായിരുന്നു കൊറോണ വന്നത്. അപ്പൊ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ എല്ലാവരും കൂടുതൽ ആശ്രയിച്ചിരുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ വീഡിയോസ് ആണ് എല്ലാവരും കണ്ടിരുന്നത്. ആ ഒരു നേരത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ വളരെ ബുദ്ധിപരമായി തന്നെ ഉപയോഗിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ള കഥകളൊക്കെ എഴുതി ഭാര്യയെയും മക്കളെയും റിലേറ്റീവ്സിനെയൊക്കെ വെച്ച് അത് അഭിനയിപ്പിച്ച് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കി യൂട്യൂബിലിട്ടു. അപ്പം ഇവരുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കൂടുതൽ വൈറലായിരിക്കുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെയുള്ള ആൾക്കാർക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അതിന് ഭാഷയില്ല. അപ്പം ഏതൊരു കോണിലിരിക്കുന്ന ആൾക്കാർക്കും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു ചാനലിന്റെ മെയിൻ വിജയവും. പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും ലാംഗ്വേജ് ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ല കണ്ടന്റ് ഉള്ള ഷോർട്സുകളാണ് നമ്മുടെ KL ബ്രോ അപ്ലോഡ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു വലിയ നേട്ടം കൈവരിച്ച് അവർ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുമ്പോഴും ആ ഒരു എളിമ നിറഞ്ഞ ആ ഒരു ജീവിത രീതി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ അവരെ ഇത്രയേറെ അനുഗ്രഹിക്കുന്നതും. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനകരമാകുന്ന വിധത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് KL ബ്രോ ഇപ്പം നേടിയിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് യൂട്യൂബിലേക്ക് ചാനൽ തുടങ്ങാൻ വരുന്ന എന്നെ പോലെയുള്ളവർക്കും പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാണ്. ഇവരുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ മറ്റേ പ്ലേ ബട്ടനെക്കാട്ടിയും വെയിറ്റ് കൂടുതലാണ്. കുറച്ച് സമയം പിടിച്ചിരിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ എടുത്തോണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ പോലെയല്ല, ഭയങ്കര വെയിറ്റ് ആണ്. ഒന്ന് പൊന്നിക്കറാ ഞാന് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആട്ടാ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ഇതിന്റെ ഉള്ളില് ഭാഗം വന്നാല് അതേപോലെ ആർക്കും എന്തും സാധിക്കാം, ഒരു സാധാരണക്കാരനും സാധിക്കാം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ KL ബ്രോ. സാധാരണക്കാരുടെ വിജയം എന്ന് തന്നെ പറയാം, അല്ലെ? എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം നമുക്കൊക്കെ ഒരുപോലെ പ്രചോദനം തരുന്നതാണ് KL ബ്രോയുടെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന, കേരളത്തിന് സന്തോഷം തരുന്ന, അഭിമാനം തരുന്ന നല്ലൊരു വാർത്ത തന്നെയാണ് KL ബ്രോ തന്നിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും സാധ്യമാകും എന്ന് തന്നെയാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. അപ്പം KL ബ്രോ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്.